എറണാകുളം കാലടി പാലത്തിലെ കുഴിയിൽ പ്രതിഷേധം ശക്തമാക്കാൻ നാട്ടുകാർ ഒരുങ്ങുന്നു. മഴ ശക്തമായതോടെ കുഴികളുടെ ആഴം കൂടിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു കുഴികൾ അടച്ചത്. ആൻമരിയ സണ്ണി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് കാലടിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. ഇന്നലെ ആൻമരിയ നൽകിയ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ നിർദ്ദേശാനുസരണം ആ കുഴികളൊക്കെ ടാറിട്ട് മൂടിയെങ്കിലും അത് കണ്ണിൽ പൊടിയിടാനുള്ള ചില മിനുക്കുപണികൾ മാത്രമായിരുന്നു എന്ന് തെളിഞ്ഞു. ഇപ്പോൾ വീണ്ടും കുഴികളൊക്കെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നാട്ടുകാർ ഏത് തരത്തിലുള്ള പ്രതിഷേധത്തിന് വേണ്ടിയാണ് സംഘടിക്കുന്നത്? എത്രത്തോളം ഭീകരമാണ് കാലടിപ്പാലത്തിലെ കുഴികൾ എന്ന് തെളിയിക്കുന്നതാണ് ആ ദൃശ്യങ്ങൾ അത് നമ്മൾ കൃത്യമായിട്ട് പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിക്കുകയാണ്, പൊതുജനങ്ങൾക്ക് മുൻപിലേക്ക് നമ്മൾ അത് എത്തിക്കുകയാണ്. കാരണം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ കാലടിപ്പാലത്തിലെ ഈ കുഴികൾ അത് പൂർണ്ണമായിട്ടും അടച്ച് അത് സഞ്ചാരയോഗ്യമാക്കി, പാലം പൂർണ്ണമായിട്ടും സഞ്ചാരയോഗ്യമാക്കിയിട്ട് ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. കുറെ നാളുകളായിട്ട് ഈ പാലത്തിലെ ഈ കുഴികൾ അതുമൂലം അനുഭവിക്കുന്ന ദുരവസ്ഥ അത് പൊതുജനങ്ങൾക്ക് മുൻപിലേക്ക് ഈ കാലടിയിലുള്ള നാട്ടുകാരാണെങ്കിൽ പോലും യാത്രക്കാരാണെങ്കിൽ പോലും അത് അധികൃതർക്ക് മുൻപിലേക്ക് പല രീതിയിൽ എത്തിക്കുന്നു, പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നു. പ്രൈവറ്റ് ബസ് ഉടമകൾ ഈ പാലത്തിൽ കൂടെയുള്ള ആ യാത്ര അത് തന്നെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് ആ ബസ് ഉടമകൾ നീങ്ങുന്നു. ഈ രീതിയിൽ വലിയ പ്രതിഷേധം നടക്കുന്നു. ഇതിനിടയിലാണ് ഒരു ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ ഈ കാലടിപ്പാലത്തിലെ ഈ കുഴിയിൽ കുടുങ്ങിപ്പോകുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം വളരെ വേഗത്തിൽ തന്നെ ഏകദേശം 2 ദിവസങ്ങൾ കൊണ്ട് തന്നെ ടാറിംഗ് എല്ലാം പൂർത്തീകരിച്ചു. ആ റോഡാണ് അല്ലെങ്കിൽ ആ പാലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെ വേഗത്തിൽ തന്നെ പൂർത്തീകരിച്ച് കേന്ദ്രമന്ത്രിക്ക് ആശംസകൾ അല്ലെങ്കിൽ അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഫ്ലെക്സ് ബോർഡുകളൊക്കെ ഈ പാലത്തിൽ സ്ഥാപിക്കുന്നു. പക്ഷേ അതിന് തൊട്ടു പിന്നാലെ നമ്മൾ കാണുന്ന കാഴ്ച അത് വളരെ ഭീകരമാണ്. നമ്മൾ ഈ പാലത്തിൽ തന്നെ നിൽക്കുമ്പോൾ നമുക്ക് ഭയം തോന്നും. കാരണം എത്രത്തോളം സുരക്ഷിതമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. ഈ രീതിയിൽ പ്രൈവറ്റ് ബസ്സുകൾ അതോടൊപ്പം തന്നെയുള്ള വലിയ കണ്ടെയ്നറുകളൊക്കെ പാലത്തിൽ കൂടെ പോകുമ്പോൾ നമുക്ക് നിൽക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും പൊളിഞ്ഞു പോകാം എന്നൊരു രീതിയാണ്. ഇത് മാത്രമല്ല ആ കാലടിപ്പാലത്തിലെ ആ മതിലുകൾക്ക് വന്നിരിക്കുന്ന വിള്ളലുകൾ, ആ പാലത്തിൽ വന്നിരിക്കുന്ന വിള്ളൽ കൂടി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ഭയാനകമാണ് ജീവിക്കാൻ, നമുക്ക് ഇവിടെ നിൽക്കാനായിട്ട് സാധിക്കുക പോലും ഇല്ലാത്ത രീതിയിൽ ഭയാനകമാണ്. നാട്ടുകാരൊക്കെ വലിയ തരത്തിലുള്ള പ്രതിഷേധം അത് ഇതുവരെ കാണാത്ത രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പോകും. കാരണം നിൽക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ് എന്നാണ് പറഞ്ഞത്. ഈ പ്രദേശത്തുള്ളവരാണ് നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളോട് സംസാരിക്കാനുണ്ട് എന്നുള്ള പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നവരാണ്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, വളരെ രൂക്ഷമാണ് അല്ലേ അവസ്ഥ? കാലടിയെ സംബന്ധിച്ച് വളരെ രൂക്ഷമായ ഒരു പ്രശ്നമാണ് ശ്രീശങ്കര പാലത്തിലെ കുഴികൾ എന്നുള്ളത്. കഴിഞ്ഞ ജൂൺ മാസം 1-ാം തീയതി MLA യുടെ നേതൃത്വത്തിൽ വന്ന് രാത്രി ഒരുപാട് ഉറക്ക വിളിച്ചു നിന്ന് പണിയിപ്പിച്ചാണ് ഈ റോഡ് പണി പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ 2 മഴ പെയ്ത് വീണ്ടും പഴയ പോലെ തന്നെ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. അടിയന്തരമായിട്ട് നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗമൊക്കെ വിദഗ്ധന്മാരൊക്കെ ഉണ്ട്. അവരാരെങ്കിലുമൊക്കെ വന്ന് വിദഗ്ധ സമിതി വന്ന് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള പരിശോധന നടത്തി കൃത്യമായി ഈ റോഡിലെ കുഴികൾ അടച്ചുകൊണ്ട് ശാശ്വതമായി ഒരു പരിഹാരം കാണണം. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ കാലടി പ്രവേശന കവാടമാണ്. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കുള്ള ആളുകളൊക്കെ വാഹനം നിർത്തി ഓട്ടോറിക്ഷ വിളിക്കാൻ പോലും സാധിക്കും ഓടുന്ന രംഗം ഞങ്ങൾ നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കണ്ടേ മതിയാവും. ഇതാണ് അവർ പറയുന്നത്. ചേട്ടാ, ഏത് രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് ഇനി നാട്ടുകാർ കടക്കാൻ വേണ്ടി പോകുന്നത്? ഇവിടെ പ്രതിഷേധങ്ങൾ കൊണ്ട് കൊല്ലങ്ങളായി, വർഷങ്ങളോളായി ഇതിനെതിരെ പ്രതിഷേധിക്കാൻ തുടങ്ങിയിട്ട്. പ്രതിഷേധം കനക്കുന്നതനുസരിച്ച് ഇവിടെ വന്ന് കുറെ വസ്തുക്കളിട്ട് മൂടിപ്പോകുന്നല്ലാണ്ട് ശാശ്വതമായ പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല ഇതുവരെയായിട്ട്. ഇതിന്റെ വിഷയം എന്ന് വെച്ചാൽ ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഹെവി വാഹനങ്ങൾ കയറരുതെന്നും പറഞ്ഞ് ഇവിടെ ബോർഡൊക്കെ വെച്ചിരുന്നതാണ്. ഇപ്പൊ വാഹനങ്ങളുടെ പ്രസരിപ്പ് കൂടിയതിനെ തുടർന്ന് ഹെവി വാഹനങ്ങൾ മാത്രമാണ് ഇതുവഴി പോകുന്നുള്ളൂ. ഇപ്പൊ ഇതുവഴി പോകുമ്പോ ഇവിടെ ബ്ലോക്കിംഗ് ഉണ്ടാകുമ്പോ 10 കണക്കിന്, അതായത് എത്ര ടണ്ണോളാണ് ഈ പാലത്തുമ്പോൾ ഹോൾഡ് ചെയ്യുന്നത് അറിയാമോ? ഇത് ഈ പാലത്തിനുള്ള ബലക്ഷയുണ്ടെന്ന് നേരത്തെ NIT ഒക്കെ വന്ന് പഠന റിപ്പോർട്ടിൽ ഉള്ളതാണ്. ഇത്രയും നേരം ഈ പാലത്തുമ്പോൾ ഇത്രയും വെയിറ്റുള്ള വാഹനങ്ങൾ ഹോൾഡ് ചെയ്യുമ്പോൾ എന്ത് അവസ്ഥയാവുമെന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇത് റണ്ണിംഗ് ആണെങ്കിൽ തന്നെ ഇവിടെ ബ്ലോക്കാണ്. ബ്ലോക്കിനെ തുടർന്ന് കാലടിയിൽ കച്ചവടക്കാരൊക്കെ ഇട്ടുകൊണ്ട് പോയി. നല്ലൊരു കച്ചവടം നടന്ന ആദ്യ കാലങ്ങളിലൊക്കെ ബ്ലോക്കിനെ തുടർന്നത് കച്ചവടക്കാർക്ക് ഒഴിഞ്ഞു പോകേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന് നിൽക്കുകയാണ്. ഇന്ന് ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ കടന്നു പോകുന്നത് അത് അല്പം കുറവാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മളിപ്പോൾ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് സമയമായി. ഈ സമയങ്ങൾ അത്രയും നമ്മൾ കാണുന്നതാണ്.
വലിയ നീണ്ട ഒരു ബ്ലോക്ക് അത് ഈ ഒരു ഭാഗത്ത് നിന്ന് രണ്ട് ഭാഗത്തും ഈ കാലടിപ്പാലത്തിന്റെ രണ്ട് അപ്രോച്ച് റോഡുകളിലുമാണ് ഈ രീതിയിലുള്ള ഒരു വലിയ തരത്തിലുള്ള മരണക്കുഴി തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഈ രീതിയിൽ മരണക്കുഴികളും വിള്ളലുകളും വന്നിരിക്കുന്നത് വളരെയധികം രൂക്ഷമാണ് കാലടിപ്പാലത്തിന്റെ അവസ്ഥ. എന്തുകൊണ്ടാണ് അധികൃതർ ഈ കണ്ണിൽ പൊടി ഇട്ടുകൊണ്ട് ഈ മരണക്കുഴികൾ പെട്ടെന്നൊന്ന് പ്രതിഷേധം കനക്കുമ്പോൾ മാത്രം വന്ന് ഈ രീതിയിൽ കണ്ണിൽ പൊടി ഇട്ടുകൊണ്ട് അടച്ചിട്ട് പോകുന്നത് എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. അതിലെടുത്ത് പറയേണ്ടതാണ് 2 ദിവസം മുൻപ് പണി കഴിഞ്ഞ ഒരു പാലത്തിന്റെ അവസ്ഥയാണ് GK നമ്മൾ ഈ മുൻപിൽ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ആൻ മരിയ സണ്ണിയാണ് വിവരങ്ങൾ നൽകിയത് കാലടിയിൽ നിന്ന്. നേരത്തെ തന്നെ ഈ പാലവുമായി ബന്ധപ്പെട്ട ധാരാളം പരാതികൾ നാട്ടുകാർക്കുണ്ടായിരുന്നു. പാലത്തിന്റെ ബലക്ഷയം സംബന്ധിച്ച കാര്യങ്ങളിൽ ആശങ്കയുണ്ടായിരുന്നു. ഈ പാലത്തെ കുഴികൾ അടയ്ക്കാൻ വേണ്ടി കേന്ദ്രമന്ത്രി തന്നെ നിർദ്ദേശം നൽകി. അത് കണ്ണിൽ പൊടിയിടുന്ന പരിപാടിയായി അത് അവസാനിച്ചു. ഇപ്പോൾ നേരത്തെ ടാറിട്ട് മൂടിയ കുഴികളൊക്കെ വീണ്ടും പ്രത്യക്ഷമായിരിക്കുന്നു. യാത്രാ ദുരിതം നേരിടുമ്പോൾ ആളുകൾ സംഘടിച്ചെത്തി പ്രതിഷേധിക്കാൻ തയ്യാറാവുകയാണ്. അതാണ് ആൻമരിയുടെ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്.